നമുക്ക് ചിക്കൻ കൊണ്ടായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. അത് നമ്മൾ ചിക്കൻ നന്നായി ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് നന്നായിട്ട് 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയിട്ട് നമ്മൾ അതിനകത്തുള്ള വെള്ളമൊക്കെ കളഞ്ഞിട്ട് കുറച്ചിങ്ങനെ ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറച്ചും കൂടെ ബ്ലഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒലിച്ചു പോകും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അത് അതിനകത്തേക്ക് ആഡ് ചെയ്യും. അത് കുറച്ച് മതി, ഒരു 1.5 സ്പൂണൊക്കെ മതിയാവും. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി, അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗരം മസാല, ഒരു നുള്ള് ഗരം മസാല മതി. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര അതിൻ്റെ ഒരു കുത്തൽ കുറച്ച് മുന്നിലേക്ക് നിൽക്കും. അപ്പോൾ കുറച്ച് ഗരം മസാല ഇടുക. എന്നിട്ട് നമ്മൾ കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക, എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തണം, അതുപോലെ മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ അകത്ത് കുറച്ചൊരു പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് സുർക്ക ആഡ് ചെയ്യും. കുറച്ചെന്ന് പറഞ്ഞാൽ 1 സ്പൂണ് വേണ്ട, ഒരു 1/2 സ്പൂൺ സുർക്ക, അല്ലെങ്കിൽ 1 സ്പൂൺ കുഴപ്പമില്ല, 1 സ്പൂൺ സുർക്ക ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ നന്നായിട്ട് മുക്കി പൊരിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു, അതിൻ്റെ അകത്തേക്ക് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിൻ്റെ അകത്തേക്ക് ഇട്ടു. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് അതിങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഉള്ളൊക്കെ നന്നായിട്ട് വേണം, സ്ലോ കുക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് 2 ചില്ലി നമ്മൾ നടുവ് കൂടെ ഇങ്ങനെ കീറിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ടു. അതിൻ്റെ ഒരു ഫ്ലേവർ വരും, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് അതൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് സിമ്മാക്കി വെച്ചിട്ട് ചെയ്താൽ മതി, കാരണം ഉള്ളു നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ നമ്മൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്കുള്ള മറ്റ് സാധനങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളിത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ട് വേണം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇതിന് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ക്രഷ്ഡ് ചില്ലിയാണ്, അത് നമ്മൾ ലാസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഫ്രൈ ആയിക്കൊണ്ട് ഒരു ഭാഗം ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് തിരിച്ചിട്ട് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആവണം. ഓക്കെ, അതിങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. കാരണം ഇതിൻ്റെ ബാക്കിയുള്ള എണ്ണ കൊണ്ടാണ് നമ്മൾ ബാക്കി സംഭവങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ചിക്കനൊക്കെ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. ഓക്കെ, അത് നമ്മൾ ജസ്റ്റ് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി എണ്ണയാണ്, അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഒരു സ്പൂൺ മുളക് പൊടി എന്ന് പറയുന്നത് അത് മൊത്തത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മുളക് പൊടി എന്ന് പറഞ്ഞാൽ കാശ്മീരി ചില്ലിയാണ് കേട്ടോ. അതാണ് ഇത്രയും നമ്മൾ മുളക് പൊടി ഇടുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം എരിവുണ്ടാവില്ല, നല്ല കളർ ഉണ്ടാവും. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് എന്താ ആഡ് ചെയ്യുന്നത്, ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിടുക. ഉപ്പ് നമുക്ക് കുറച്ച് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിടാം. അപ്പോൾ ജസ്റ്റ് നന്നായിട്ട് ഈ എണ്ണയും ആ പൊടികളും ഒക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് നമ്മൾ ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഉള്ളി അത്യാവശ്യം ഒരു മീഡിയം സൈസ് ഉള്ളി നന്നായിട്ട് കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തിട്ട് അത് അതിൻ്റെ അകത്തേക്ക് ഇടാം. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് നമ്മൾ തിളപ്പിച്ച് കുറച്ചൊരു തണിഞ്ഞ വെള്ളം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിന് മുന്നേ നമ്മൾ കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ. ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്.
അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കും. സിമ്മാക്കി വെച്ചിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. എന്നിട്ട് അത് തുറന്നു നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മസാലയും ആ ചിക്കനും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല പോലെ മിക്സ് ചെയ്യണം. അടിയിൽ കൂടെയൊക്കെ നന്നായിട്ട് എടുത്തിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ഒന്നാമത് ഈ വലിയൊരു പാത്രം എടുത്തുകൊണ്ട് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിനായിട്ടുള്ള സാധനമാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ്? ക്രഷ്ഡ് ചില്ലി. അതാണ് ഇതിനകത്ത് മെയിൻ ഐറ്റം. ഈ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ക്രഷ്ഡ് ചില്ലിയാണ്. അപ്പോൾ നമ്മൾ ചില്ലിയൊക്കെ ഇട്ടു, നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ ഒരുപാട് എരിവുള്ളതിലൊക്കെ തോന്നും, പക്ഷേ അത്ര എരിവൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണല്ലോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്ര എരിവൊന്നുമില്ല. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് നമ്മുടെ ക്രഷ്ഡ് ചില്ലിയൊക്കെ നന്നായിട്ട് ഇട്ടിട്ട് നമ്മളത് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് സ്റ്റേജാണ്, നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ക്രഷ്ഡ് ചില്ലി ഇടുന്നത്. ഓക്കെ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി ഓൾമോസ്റ്റ് ഡണ്ണാണ്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം അവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇത് നമുക്ക് ചപ്പാത്തിനോട് അല്ലെ നെയ്ച്ചോറിനോട്, ഞങ്ങൾ കഴിച്ചത് നെയ്ച്ചോറിൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ പ്ലീസ് ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.